നമസ്കാരം. ഇപ്പോൾ റിലീസിന്റെ കാലഘട്ടമാണല്ലോ. പണ്ടത്തെ പഴയ ക്ലാസിക് സിനിമകൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? പണ്ടത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും നിത്യഹരിത ചിത്രങ്ങളുമെല്ലാം ഇന്നിറങ്ങുന്ന ചിത്രങ്ങളുടെ ക്വാളിറ്റിയിലും മികവിലും കാണാനിപ്പോൾ സാധിക്കും. ആദ്യമായി അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് 2023-ലാണ്. നമ്മുടെ സ്ഫടികം. ആടുതോമയായി മോഹൻലാൽ തകർത്തഭിനയിച്ച സ്ഫടികം. അതിനുശേഷം സിബി മലയിലിന്റെ ദേവദൂതനും ഫാസിലിന്റെ മണിച്ചിത്രത്താഴും റിലീസായി. ഇവയെല്ലാം മോഹൻലാൽ ചിത്രങ്ങളാണ്. ഇനി മമ്മൂട്ടിയുടെ ഊഴം. ഒക്ടോബറിൽ പാലേരി മാണിക്യം എത്തിയെങ്കിലും വേണ്ടത്ര ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ നവംബറിൽ റിലീസ് ചെയ്ത ആക്ഷൻ ത്രില്ലർ വല്യേട്ടനെ ഇരു കൈകളും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. അടുത്ത റിലീസ് ചെയ്യുന്ന ചിത്രം ഏതാണെന്നറിയാമോ? 38 വർഷങ്ങൾക്ക് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാം പ്രേക്ഷകരെ കാണാനെത്തുന്നു. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. ടി ദാമോദരൻ, IV ശശി, മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന എക്കാലത്തെ മികച്ച പോലീസ് സ്റ്റോറിയായ ആവനാഴി ജനുവരി 3-ന് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തും. റോസിക എന്റർപ്രൈസ്, സെഞ്ചുറി വിഷൻ എന്നീ കമ്പനികളാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത്. കരടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബൽറാം ഒരു സത്യസന്ധനായ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ആവനാഴിയുടെ വിജയമായിരുന്നു പോലീസ് സ്റ്റോറികൾ മലയാളികൾക്ക് പ്രിയങ്കരമാണെന്ന് തെളിയിച്ചത്. 1986-ൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിച്ച ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. പ്രേക്ഷകന് ചുറ്റും സഞ്ചരിക്കുന്ന അതിസൂക്ഷ്മമായ ചെറുചലനങ്ങളുടെ പോലും ശബ്ദം കൃത്യമായും വ്യക്തമായും കേൾക്കാനും സ്ക്രീനിലെ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ അലിഞ്ഞു ചേരാനും അവസരം നൽകുന്ന ശബ്ദ സാങ്കേതികതയാണ് അറ്റ്മോസ്. ഈ പുതിയ ശബ്ദ സാങ്കേതികതയിലേക്ക് ആവനാഴിക്കും സ്വാഗതം. ആക്ഷൻ രംഗങ്ങളും ബൽറാമിന്റെ പഞ്ച് ഡയലോഗുകളും ഇനി മികച്ച ശബ്ദ മികവിൽ തന്നെ നമുക്ക് കാണാം. ആവനാഴി എന്ന തകർപ്പൻ ഹിറ്റിന് ശേഷം IV ശശി അതേ കഥാപാത്രത്തെ വെച്ച് ഇൻസ്പെക്ടർ ബൽറാം, ബൽറാം വേഴ്സസ് താരാദാസ് എന്നീ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കി. ആവനാഴിയുടെ ബാക്കി പത്രങ്ങളായിരുന്നു ഇവ. മമ്മൂട്ടി, ഗീത, സുകുമാരൻ, സീമ, സുകുമാരി, നളിനി, പറവൂർ ഭരതൻ, കുഞ്ചൻ, ക്യാപ്റ്റൻ രാജു, അഗസ്റ്റിൻ, ശങ്കരാടി, ജനാർദ്ദനൻ തുടങ്ങിയവർ സിനിമയിലെ അഭിനേതാക്കളാണ്. ഹിറ്റ് സിനിമകളായ സ്ഫടികവും മണിച്ചിത്രത്താഴും വല്യേട്ടനും വൻ നേട്ടമാണ് റിലീസിനും കൊയ്തത്. എന്നാൽ ഒറിജിനൽ റിലീസിൽ പരാജയമായ ദേവദൂതൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റിലീസിൽ തകർപ്പൻ വിജയം നേടി. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിനെ കാണാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? നമുക്ക് ആവനാഴിക്കായി കാത്തിരിക്കാം. മറക്കരുത്, ജനുവരി 3-ന്. നന്ദി, നമസ്കാരം.